Your Holiness Patriarch Abuna Matthias of the Ethiopian Orthodox Church, our guest metropolitans, His Excellency the Ambassador of Ethiopia, Mr. Asfor Dingamo, His Excellency the Counselor General, Mr. Mesfin Gabre Mariam, all my metropolitans, brothers, reverend priests, faithful and children. At the outset, we extend our welcome and greetings to all of you in the name of the Blessed Holy Trinity. In our calendar, today is the Sunday of Annunciation to Holy Mother Mary. The commemoration of the Gospel event in which the heavenly messenger Angel Gabriel has given the blessed message of the incarnation of the Son of God to Holy Mother Mary. This message of imminence of God is still significant in the present world. Young Mary was happy to wholeheartedly accept the bitterness of the truth revealed to her. Truth can be bitter. The message of the Holy Gospel will be tasting bitter. But in our present day life, in the midst of all the demands of the world today, for us, Mother Mary is the great model on how the bitter taste of Gospel to be lived in life. We wish and pray that all of us would have the inner strength in upholding the truth of the Holy Gospel. Dear distinguished guests, may I take the freedom in giving the rest of the homily in my vernacular language to our faithful. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ഇപ്പോഴ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ കാത്തിരിപ്പിൻ്റെ ആരംഭം തുടങ്ങിയിട്ട് നാലാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ആദ്യത്തെ 2 ഞായറാഴ്ചകളും സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ ആഹ്വാനമായിരുന്നു ലഭിക്കപ്പെട്ടത്. സഭയുടെ ശുദ്ധീകരണത്തിന് ശേഷം പിന്നീട് കർത്താവായ യേശുമിശിഹായുടെ മുന്നോടിയായി ലോകത്തിൽ പിറന്ന് ക്രിസ്തുവിനെ തൻ്റെ ദൈവരാജ്യ പ്രവർത്തനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുവാനുള്ള പരിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട ഗർഭധാരണത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഇന്ന് നാം പരിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് വായിച്ച് കേട്ട വേദവചനത്തിൽ നിന്നുള്ളതാണ്. മനുഷ്യരാശിയെ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിച്ചെടുക്കുവാൻ പല പദ്ധതികൾ സ്വർഗത്തിൽ ദൈവം ആലോചിക്കുകയുണ്ടായി. തൻ്റെ ആലോചനാ സമിതിയിൽ അനേക പദ്ധതികൾ ആവിഷ്കരിച്ചു. ആദ്യത്തെ പദ്ധതി എനിക്ക് തോന്നുന്നത് ന്യായപ്രമാണം ഇസ്രായേൽ ജാതിക്ക് നൽകി അവരെ നേരായ വഴിക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പദ്ധതിയാണ്. മോസസ് അവരുടെ നേതൃത്വ സ്ഥാനിയായിരുന്നു. പക്ഷേ നിയമം കൊണ്ട് മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ കഴിയുന്നതല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ രണ്ടാമത്തെ പദ്ധതിയിലേക്ക് പിതാവാം ദൈവം തീരുമാനമെടുക്കുന്നു എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് മറ്റൊന്നുമല്ല, പ്രവാചകന്മാരുടെ സാന്നിധ്യം. നാളെ നടക്കുവാനിരിക്കുന്നത് ഇന്ന് മനുഷ്യനെ അറിയിക്കുക. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രവാചകന്മാരിലൂടെ മനുഷ്യ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പോഴെങ്കിലും ഈ മനുഷ്യൻ തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുമെന്നായിരുന്നു സ്വർഗത്തിലെ ഒരു വിചാരം. അല്ലെങ്കിൽ പിതാവാൻ ദൈവം അങ്ങനെ ചിന്തിച്ചുവോ എന്ന് തോന്നുകയാണ്. ഈ 2 പദ്ധതിയും വേണ്ടതുപോലെ പ്രയോജനപ്പെട്ടില്ല. And the last decision is the incarnation of Jesus Christ.
God the Father sending his Son to the world to save the people, to save the humanity. ഇത് അവസാനത്തെ കൈയാണ്. സ്വന്തം മകനെ ലോകത്തിലേക്ക് അയക്കുക എന്ന് പറയുന്നത് അത് വളരെ റിസ്ക് ആണെന്നറിയാം, ഉണ്ടാകാൻ പോകുന്ന എന്താണെന്നും അറിയാം. എങ്കിലും മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ളൊരു പദ്ധതിയാണ് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളതിൻ്റെ. അതിൻ്റെ ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം ഒക്കെ ആരംഭിച്ചു. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് കർത്താവിടെ വരുന്നതിന് മുമ്പ് ഭൂമിയിൽ തന്നെ ചില ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിനാണ് സക്കറിയ പുരോഹിതനും എലിസബത്തിനുമായി ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹം ഒരു മുന്നോടിയാണ്, ഫോർറണ്ണറാണ്, പൈലറ്റാണ്. ആ പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള അറിയിപ്പാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ചത്. ഈ ഞായറാഴ്ച നമുക്ക് ലഭിച്ചത്, ആ അറിയിപ്പ് കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, രണ്ടാമത്തെ അറിയിപ്പ് വന്നു. ആ അറിയിപ്പ് അല്പം മനപ്രയാസമുണ്ടാക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ആദ്യ മനുഷ്യനെ ഉണ്ടായ വീഴ്ചയ്ക്ക് ശേഷം ഒരു സ്ത്രീരത്നത്തെ പിതാവാം ദൈവം ഭൂമിയിൽ തിരഞ്ഞ് അന്വേഷിക്കുകയായിരുന്നു. ഒരു സ്ത്രീരത്നത്തിലൂടെ വേണം ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി. ആരെയാണ് അതിന് യോഗ്യമാകുക, അർഹമാകുക എന്നുള്ള ചിന്ത തീർച്ചയായും പിതാവാം ദൈവ സന്നിധിയിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഉൾക്കാഴ്ച. എന്തായിരുന്നാലും മറിയം എന്ന പെൺകുട്ടിക്ക് സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്തിൻ്റെ ഒരു എഴുത്തും കൊണ്ട് വരികയാണ്. അല്പം കൊണ്ടുവരുന്നത് ദ മെസ്സഞ്ചർ ഓഫ് ദ ഏഞ്ചൽ. ആരാണ്? ഗബ്രിയേൽ. അദ്ദേഹത്തിന് ഒരു ആശങ്ക ഉണ്ടാകാനിടയുണ്ട്. കാരണം 6 മാസം മുമ്പ് ഒരു വൈദികൻ്റെ അടുത്ത് ഇതുപോലെ ഒരു എഴുത്തും കൊണ്ട് ചെന്നപ്പോഴുണ്ടായ കുറേ പ്രയാസങ്ങളുണ്ട്. അദ്ദേഹം ചില തർക്കങ്ങൾ പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയും അതുപോലെ തർക്കങ്ങൾ പറയുമോ എന്നൊരു പക്ഷേ ഗബ്രിയേൽ മാലാഖ ചിന്തിച്ചുവോ എന്നൊരു സംശയം. ഏതായിരുന്നാലും മറിയം എന്ന് പറയുന്ന ആ പെൺകുട്ടി, ആ യുവതി യാതൊരു തർക്കവും കൂടാതെ ദൈവത്തിൻ്റെ വചനം എന്താണോ അത് അപ്പാടെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം തയ്യാറാവുകയാണ്. എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവശബ്ദം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുമോ? ഒരു ചെണ്ടമേളത്തിൻ്റെ മധ്യേ നിന്നാൽ ആരെങ്കിലും പറയുന്നത് നമുക്ക് കേൾക്കാൻ ഒക്കുമോ? ഒരു ബഹളത്തിൽ ദൈവശബ്ദം നമുക്ക് തിരിച്ചറിയാൻ ഒക്കുമോ? ശ്രവിക്കാൻ ഒക്കുമോ? വളരെ പ്രയാസമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ട മറിയം ഈ ശബ്ദം തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് കേട്ടപ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ ആ പെൺകുട്ടിക്ക് ഇടയായില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുവാനും തിരിച്ചറിയുവാനും നമുക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. ഒരു ദൈവശബ്ദം കേട്ട് കഴിയുമ്പോൾ നമ്മുടേതായ ചില ന്യായീകരണങ്ങളിലൂടെ ആ ശബ്ദത്തെ മറികടക്കാൻ, അതിജീവിക്കാനുള്ള തത്രപ്പാടാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്. മറിയത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ദൈവശബ്ദം തിരിച്ചറിയുന്നു. തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ആ ദൈവശബ്ദം എന്താണ് സംസാരിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, യാതൊരു മടിയും കൂടാതെ. സാധാരണ ഒരു സ്ത്രീക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത നിലവാരമാണ് ആ ദൈവശബ്ദത്തിനുണ്ടായിരുന്നത്. ദൈവശബ്ദം തിരിച്ചറിഞ്ഞു, ആ ദൈവശബ്ദത്തിന് അനുസരണമായി വിധേയപ്പെട്ട് അതിനെ സമ്മതിക്കുന്നു. പക്ഷേ അതിനെ വരാൻ പോകുന്ന ബിറ്റർനെസ് എന്തെന്ന് ആ യുവതി ഒരിക്കലും ചിന്തിച്ചില്ല എന്നുള്ളതാണ്. നാം പലപ്പോഴും ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അപകടങ്ങളാണ് വരാൻ പോകുന്നത് എന്നും കൂടെ ചിന്തിക്കും. അതിനനുസരിച്ചാണ് നാം അതൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ ചില ന്യായീകരണങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള
ഒരു വ്യക്തിത്വത്തെ കൊണ്ട് ലോകരക്ഷിതാവിനെ ഒരു വഹിക്കാൻ തക്കവണ്ണം പ്രാപ്തയാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവശബ്ദം തിരിച്ചറിയുന്നതിനൊത്തവണ്ണം അത് വിധേയപ്പെട്ട് സ്വീകരിക്കുക. അത് മുഖാന്തരമുണ്ടാകുന്ന റിസ്ക് പാർട്ട് എന്തു തന്നെയായാലും അത് സഹിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തയ്യാറാവുക. ഇന്ന് ഈ കാലയളവിൽ ഇതൊക്കെ നമുക്കൊരു അസ്വസ്ഥത തരുന്ന ആശയങ്ങളാണ്. കന്യക മറിയാം ഇന്നും നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയാണ്. മറിയത്തെ നമ്മളൊന്ന് അനുകരിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ നമുക്ക് അതിന് ധൈര്യമുണ്ടോ എന്ന് സംശയമാണ്. ദൈവശബ്ദം നമ്മളും ഇപ്പോൾ കേൾക്കാൻ നമുക്ക് ഉണ്ടാകാഞ്ഞിട്ടല്ല, പക്ഷേ നാം കേട്ടാലും കേട്ടില്ലെന്ന് നടിക്കും. നാം നമ്മുടെ ജീവിതത്തിന് അതുമൂലം എന്തെങ്കിലും പോറലോ അപമാനമോ അസ്വസ്ഥതയോ ഉണ്ടാകുമെന്ന് തോന്നിയാൽ ദൈവശബ്ദത്തെ മറികടക്കാനുള്ള ന്യായീകരണങ്ങളായിരിക്കും നാം പലപ്പോഴും കണ്ടുപിടിക്കുക. പക്ഷേ ഈ മറിയം എന്ന് പറയുന്ന ആ യുവതി അതിനൊന്നും തയ്യാറായില്ല. നാളെ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാനേ തയ്യാറാകുന്നില്ല. കാരണം വിവാഹം കഴിക്കാത്ത ഒരു യുവതി സ്വമേധയാ ഗർഭിണിയാകുന്നു, ദൈവാത്മാവിൻ്റെ നിറവ് മൂലം ഗർഭിണിയാകുന്നു എന്ന് സ്വർഗത്തിലെ ഒരു മാലാഖ വന്ന് നമ്മോട് പറഞ്ഞാൽ പോലും നാം വകവെച്ചു കൊടുക്കാൻ തയ്യാറാവില്ലെന്നാണ് എൻ്റെ വിചാരം. കാരണം അത് വളരെ ആപത്താണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് ആ യുവതിയെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള നിയമം അന്നത്തെ യഹൂദ സമുദായത്തിലുണ്ട്. ജനങ്ങളുടെ പരിഹാസം, ബന്ധുക്കളുടെ നിന്ദ, നിയമത്തിൻ്റെ കുരുക്ക്, എന്തെല്ലാം അപകട സാഹചര്യങ്ങളാണ് ആ ദൈവശബ്ദം അനുസരിച്ചാൽ ഉണ്ടാകുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യക മറിയാമിനോടുള്ള ഈ അറിയിപ്പ് വിധേയപ്പെട്ട് സ്വീകരിക്കുന്ന ആ അവസ്ഥ, ഇതൊക്കെ ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. ആധുനിക മനുഷ്യൻ അങ്ങനെ ഒരു വെല്ലുവിളി എടുക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഏതെങ്കിലും വല്ല മൊണാസ്ട്രിയിലോ മറ്റോ ഈ വെല്ലുവിളി എടുത്തിട്ടുള്ള പരിശുദ്ധന്മാരായ വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ തിരുമേനിയുടെ സഭയിൽ എത്രയോ മൊണാസ്ട്രികളുണ്ട്. ആ മൊണാസ്ട്രികളിലെ പല സന്യാസികളും ഒരുപക്ഷെ ഈ വെല്ലുവിളിയൊക്കെ സ്വീകരിക്കുമായിരിക്കും. നമ്മുടെ മുമ്പിൽ ഇതുപോലെ വെല്ലുവിളി വന്നാൽ നാം എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടും. അതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഇടവക ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വെറുതെ ഇരുന്ന് ആലോചിച്ചു നോക്കി, ഈ ദേവാലയത്തിൽ എന്നാണ് ഒരു ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ പ്രധാന മേലധ്യക്ഷനായിരിക്കുന്ന ഒരു പാത്രികേസ് ബാവ അവിടെ വന്നത്? ഒരു കഴിഞ്ഞ 100 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. 1876 പത്രോസ് പാത്രിയർക്കീസ് ബാവ വന്ന് ശിർളയം പള്ളിയിൽ വെച്ച് 2 മെത്രാപ്പോലിത്തന്മാരെ വാഴിച്ചു. ഒന്ന് മുറിമറ്റത്തിൽ പൗലൂസ് മാർ ഈവാനിയോസ് തിരുമേനി 1-ാം കാതോലിക്ക, മറ്റൊന്ന് കരോട്ട് വീട്ടിൽ ശമുവോൻ മാർ ദിവന്നാസിയോസ്. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമേനി ശിർളയം പള്ളിയിൽ വന്ന് അങ്ങനെ ഒരു മേൽപ്പെട്ട അഭിഷേകം നടത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് എപ്പോഴാണ് വേണമെങ്കിൽ വട്ടശ്ശേരി തിരുമേനിയുടെ കാലഘട്ടത്തിലെ പരിശുദ്ധ അബ്ദുള്ള പാത്രിയർക്കീസ് ഇവിടെ അബ്ദുൽ മശീഹ് പാത്രിയർക്കീസും ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വരുന്നവരെല്ലാം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുന്നംകുളം വഴി വേണം തെക്കോട്ട് പോകാൻ വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ ആരാ വന്നിരിക്കുന്നത്? ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇടവക ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ ബലിയർപ്പണത്തിലെ പരിശുദ്ധ എത്യോപ്യൻ പാത്രിയർക്കീസ് ബാവ തിരുമേനിയുടെ സാന്നിധ്യം
അവിടെ നിന്നുള്ള മേൽപ്പെട്ട സ്ഥാനികളുടെ സാന്നിധ്യം, ആ സഭയുടെ ഉന്നത തലത്തിലുള്ള അംബാസിഡർ കുടുംബം, അതുപോലെ തന്നെ കോൺസുലർ ജനറൽ, അങ്ങനെ എത്ര ഉന്നതന്മാരാണ് അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഈ സഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഈ ഭദ്രാസനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഈ ദേവാലയം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ തക്കവണ്ണമുള്ള ആ ഒരു ചലഞ്ച് നമ്മുടെ മുൻപിൽ ഉണ്ട് എന്ന് ഓർക്കുക. പിതാക്കന്മാർ വന്നു പോകുന്നു, അനുഗ്രഹമുണ്ട്, ശരിയാണ്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം നമ്മളൊന്ന് സൂക്ഷിക്കണം, നഷ്ടപ്പെട്ടു പോകാതെ. അതിനുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് കാലം ചെയ്ത ജോസഫ് ദിവന്നാസിയോസ് പുലിക്കോട്ടിൽ രണ്ടാമൻ പിതാവിൻ്റെ 200-ാം ചരമ വാർഷിക ജൂബിലി ഇന്ന് ആഘോഷിക്കുക എന്നുള്ളതാണ് ഈ പരിശുദ്ധ പിതാവ് ഇവിടെ വന്നിട്ടുള്ളതിൻ്റെ ഒരു ദൗത്യം. മറ്റൊരു ദൗത്യം എന്ന് പറയുന്നത് പരിമല ക്യാൻസർ ആശുപത്രിയുടെ തുടക്കം കുറിക്കലാണ്, ആരംഭമാണ്. അതും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ചെറുതല്ല. ഇതെല്ലാം ഇത്രയും മലങ്കര സഭയുടെ വളരെ 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 ദൗത്യപൂർണമായ അല്ലെങ്കിൽ സാക്ഷാത്കാരമായ ശുശ്രൂഷകൾ നിർവഹിക്കാൻ തക്കവണ്ണം ആ പരിശുദ്ധ പിതാവും ആ പരിശുദ്ധ പിതാവിനോടൊപ്പമുള്ള ആ സംഘവും ഇവിടെ വന്നതിൽ സ്വന്തം നിലയിലും പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പേരിലുമുള്ള എല്ലാ ആദരവും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട്, നിങ്ങൾ കർത്താവായ യേശുമിശിഹായുടെ വരവിന് വേണ്ടി നിങ്ങൾ ഹൃദയത്തെ ഒരുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ലഘു പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു.